അപ്പം കുറേ കോളേജിൽ KTU സീരീസ് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സീരീസ് എക്സാമിന് എങ്ങനെ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം, അതേപോലെ ഈ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള കാര്യം കൂടിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഒരു സീരീസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ടോട്ടൽ ഇപ്പം 4 മൊഡ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 2 മൊഡ്യൂളാണ്, അല്ലെങ്കിൽ ചില കോളേജിൽ 1.5 1.5 മൊഡ്യൂളൊക്കെ ഉണ്ടാവുള്ളൂ. 1.5 മൊഡ്യൂൾ അല്ലെങ്കിൽ 2 മൊഡ്യൂളൊക്കെയാണ് ഒരു സീരീസ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. 2 മൊഡ്യൂൾ അല്ലെങ്കിൽ 1.5 മൊഡ്യൂളാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം, ഒരുപാട് സ്റ്റുഡൻസിന് ഇപ്പോഴും അറിയില്ല സിലബസ് നോക്കി പഠിക്കുക. അപ്പോൾ ഞാൻ ഒരു കാര്യം, സിലബസ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിലുള്ള ടോപ്പിക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. നോട്ട്സിൻ്റെ അവൈലബിലിറ്റി നിങ്ങൾക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ സിലബസ് റെഫർ ചെയ്തുകൊണ്ട് ആ സിലബസ് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഗുണങ്ങളുണ്ടാവും. അപ്പോൾ സിലബസ് നോക്കാതിരിക്കരുത്. സിലബസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ സിലബസ് നോക്കി മാർക്ക് ചെയ്ത് പഠിക്കുക. ആൻഡ് മോർ ഓവർ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, 2019 സ്കീമിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിലുള്ള എസ്സേ ക്വസ്റ്റ്യൻസ്, അതായത് അതിലെ 7 മാർക്ക് അല്ലെങ്കിൽ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ എസ്സേ പോലെ ചോദിക്കുക. അതിൽ ചോദിച്ചിട്ടുള്ള 3 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അതേ മോഡൽ, അതേ സെയിം ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. അതേ മോഡൽ ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ നമ്പറും അല്ലെങ്കിൽ വാല്യൂസ് മാറ്റി ചോദിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യത്യാസമായിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ചോദിക്കുന്നത് ഞാൻ പറയാൻ വെച്ചാൽ, നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ 2024 സ്കീം ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് 2019 സ്കീം ക്വസ്റ്റ്യൻസ് ബേസ്ഡ് സീരീസ് പരീക്ഷ കൂടുതലും ഇടാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ പല കോളേജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും സെയിം പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2019 സ്കീമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട് സീരീസ് പരീക്ഷ. ഇവർക്ക് ഒരുപാട് കോളേജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഈ 2 കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് എങ്ങനെ സീരീസ് എക്സാം എങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് പരീക്ഷ, ഞാൻ പറയാം. ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും, ആവറേജ് ഉണ്ടാവും, എബോ ആവറേജ് ഉണ്ടാവും, അതേപോലെ തന്നെ ബിലോ ആവറേജ് ഉണ്ടാവും, അതേപോലെ തന്നെ വളരെ നോർമൽ ഉണ്ടാവും, തീരെ വളരെ പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും ഒരു കാര്യം പറയാം, നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, എല്ലാ ടോപ്പിക്കും ചിലപ്പോൾ പഠിക്കാൻ നോക്കി നമുക്ക് ഒന്നും പഠിക്കാതെ സീരീസിൻ്റെ പരീക്ഷയ്ക്ക് പോയിട്ട് 10 12 വാങ്ങി വരേണ്ടി വരും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ 25 അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മേലോട്ട് മേടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, സെലക്റ്റഡ് ടോപ്പിക്സ് പഠിക്കാൻ ശ്രമിക്കുക. ക്ലാസ്സിൽ പഠിപ്പിച്ച നോട്ട്സാണ് സീരീസ് എക്സാമിന് ഏറ്റവും കൂടുതൽ അവർ ചോദിക്കാൻ പോകുന്നത്. ഒരു ടീച്ചർ പഠിപ്പിച്ച ടോപ്പിക്ക് അവർ എന്തായാലും ചോദിക്കും. അപ്പോൾ അതിൽ എസ്സേ ആയിട്ടുള്ള ടോപ്പിക്കിൽ കൂടുതൽ സ്ട്രെസ് ചെയ്യുക. 3 മാർക്കിനേക്കാളും എസ്സേ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് 2 മൊഡ്യൂൾ അല്ലെങ്കിൽ 1 മൊഡ്യൂളിലെ എസ്സേ നന്നായിട്ട്, 2 മൊഡ്യൂളിലും എസ്സേ നന്നായിട്ട് ആദ്യം പഠിക്കുക. അല്ലാതെ 1 മൊഡ്യൂളിലെ ഫുൾ പഠിച്ച് അടുത്ത മൊഡ്യൂളിലോട്ട് പോവാതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് S2 ചന്ദ്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് എന്തായാലും ജോയിൻ ചെയ്യാം. ഫീസും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിരിക്കും. ലെക്ചർ നോട്ട്സ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ട്. എക്സാമിൻ്റെ സമയത്ത് ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ് കൊടുക്കുന്ന ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഞാൻ എന്തുകൊണ്ട് ഇത് എടുക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിരിക്കും, കൺസെപ്റ്റും കൂടി മനസ്സിലാവും. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ എൻറോൾ ചെയ്യാം. എല്ലാവരും ഇത് കൃത്യമായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സീരീസ് എക്സാമിൻ്റെ നമ്മൾ പറഞ്ഞുകൊണ്ട് എന്താണ് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ബെനിഫിറ്റ് ആക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് എസ്സേ രീതി ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങൾക്കിപ്പം S1 റിസൾട്ട് വരാനുണ്ട്, S1 റിസൾട്ട്. അപ്പോൾ ആ റിസൾട്ടിൻ്റെ ഒരു കേസ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്താ വെച്ചാൽ, S1 പരീക്ഷയുടെ റിസൾട്ട് നിങ്ങളുടെ ഇൻറ്റേർണൽ മാർക്കും യൂണിവേഴ്സിറ്റി മാർക്കും കൂടി ആഡ് ചെയ്തിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗ്രേഡിൻ്റെ ഡിഫറൻസ്, ഗ്രേഡിൻ്റെ വ്യത്യാസം. അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് അതിൻ്റെ ഡിഫറൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് ചിലപ്പോൾ ചില കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും, സീരീസ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ഉണ്ടാവും, പക്ഷേ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കുറവായിരിക്കും. ചിലർക്ക് 2ലും കൂടുതലായിരിക്കും. അപ്പോൾ ഈ 2 മാർക്കും ഞാൻ പല വീഡിയോ നമുക്ക് ഈ യൂണിവേഴ്സിറ്റി എക്സാമിന് സീരീസിൻ്റെ മാർക്കിന് നമ്മൾ അടുത്ത വീഡിയോ നാളെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇമ്പോർട്ടൻസ്, സീരീസ് എക്സാമിൻ്റെ മാർക്കിന് ഇമ്പോർട്ടൻസ്. പക്ഷേ നമ്മളിപ്പോൾ പറയുന്നതാണ് ഈ 2 മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടാണ് എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ഗ്രേഡ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സിലബസ് നന്നായിട്ട് റെഫർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് 2019 സ്കീമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക നന്നായിട്ട്. അതുപോലെ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന നോട്ട്, ക്ലാസ്സിലെ നോട്ട്സ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 40 നടക്കുന്ന ഒരു എക്സാമാണ്. അറ്റ്ലീസ്റ്റ് ഒരു 25 എബോവ് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എസ് എ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ 2 മൊഡ്യൂളാണെങ്കിൽ 2 മൊഡ്യൂൾ എസ് എ ആദ്യം പഠിക്കുക. ഒരാളും പറയുന്നില്ല ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞിട്ട് സെക്കൻഡ് പഠിക്കണം എന്നൊന്നും. നിങ്ങൾ എസ് എ ക്വസ്റ്റ്യൻസ് കൂടുതൽ മനസ്സിലാക്കി യൂട്യൂബ് ചാനൽ സെയിം ടോപ്പിക് തന്നെയല്ലേ സിലബസ്. നിങ്ങൾക്ക് 4 മൊഡ്യൂൾ, ഞങ്ങൾക്ക് 5 മൊഡ്യൂൾ ആയിരുന്നല്ലോ. അപ്പം ആ ഒരു രീതിയിൽ നന്നായിട്ട് കമ്പയർ ചെയ്ത് കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. എൻ്റെ വായിൽ ക്ലിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു പ്ലേറ്റ് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം ചെറിയ വ്യത്യാസമുള്ളത്. നിങ്ങൾ കൂടെ നിൽക്കുക. ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, ക്രെഡിറ്റ് സിസ്റ്റം, ആക്ടിവിറ്റി പോയിൻറ്റ്, NPTEL ഒക്കെ വരുന്നുണ്ട്. സോ എന്ത് ഡൗട്ടിലും കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.